നമ്മളിപ്പോൾ നിൽക്കുന്നത് തെക്കേ അമേരിക്കയിലെ പെറു എന്ന രാജ്യത്താണ്. കൃത്യമായി പറഞ്ഞാൽ ലിമയിൽ നിന്നും തെക്കോട്ട് മാറി പസഫിക് സമുദ്രത്തിനും ആൻഡീസ് പർവ്വതനിരകൾക്കുമിടയിലുള്ള ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിലൊന്നായ നാസ്ക മരുഭൂമി. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ചുവന്ന മണ്ണ്, ജീവന്റെ തുടിപ്പുകൾ വളരെ കുറവ്, വർഷത്തിൽ ഒരു തുള്ളി മഴ പോലും പെയ്യാത്ത നാട്. പക്ഷേ ഈ മണ്ണിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഈ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കാലിനടിയിൽ വെറും കല്ലും മണ്ണും നിറഞ്ഞ ചെറിയ വഴിത്താരകൾ പോലെ മാത്രമേ നിങ്ങൾക്ക് തോന്നൂ. ഒരുപക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുക പോലുമില്ല. എന്നാൽ കാര്യങ്ങൾ മാറുന്നത് നമ്മൾ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് ഉയരുമ്പോഴാണ്. ഒന്ന് സങ്കല്പിക്കുക, നമ്മളൊരു ചെറിയ വിമാനത്തിൽ ഈ മരുഭൂമിക്ക് മുകളിലൂടെ പറക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? ഈ മരുഭൂമി ഒരു ഭീമാകാരമായ ക്യാൻവാസ് പോലെ കിടക്കുന്നു. അതിൽ കിലോമീറ്ററുകൾ നീളത്തിൽ പരന്നു കിടക്കുന്ന ഭീമാകാരമായ ചിത്രങ്ങൾ. ഒരു ഭീമൻ ചിലന്തി, ചിറകു വിരിച്ചു നിൽക്കുന്ന പക്ഷി, വാല് ചുരുട്ടി നിൽക്കുന്ന ഒരു കുരങ്ങൻ, എന്തിന് വിചിത്രമായ ഒരു മനുഷ്യരൂപം വരെ. ഇതാണ് നാസ്ക ലൈനുകൾ. ലോകം ഇന്നും ഉത്തരം കിട്ടാതെ തലപുകയ്ക്കുന്ന ഒരു മഹാ അത്ഭുതം. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. നൂറ്റാണ്ടുകളോളം ഈ വരകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പുറം ലോകം ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ താഴെ നിന്ന് നോക്കിയാൽ ഇതെന്താണെന്ന് മനസ്സിലാകില്ല. ഒരു 1920-ാം നൂറ്റാണ്ടിലും 30-ാം നൂറ്റാണ്ടിലും പെറുവിലെ ഈ പ്രദേശത്ത് കൂടി ആദ്യമായി വിമാനങ്ങൾ പറക്കാൻ തുടങ്ങിയപ്പോഴാണ് പൈലറ്റുമാർ താഴേക്ക് നോക്കി അത്ഭുതപ്പെട്ടത്. ഈ നടുമരുഭൂമിയിൽ ആരാണ് ഇത്രയും വലിയ എയർ സ്ട്രിപ്പുകൾ, വിമാനത്താവളത്തിലെ റൺവേകൾ ഉണ്ടാക്കിയത് എന്നായിരുന്നു അവരുടെ ആദ്യ ചിന്ത. അവർ കണ്ടത് ഭീമാകാരമായ ത്രികോണങ്ങളും കിലോമീറ്ററുകൾ നീളമുള്ള നേർരേഖകളുമായിരുന്നു. പിന്നീടാണ് മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതായത് ആധുനിക മനുഷ്യൻ ആകാശത്ത് പറക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് പുരാതന മനുഷ്യൻ ആകാശത്തേക്ക് നോക്കി വരച്ച ഈ വിസ്മയം നമ്മൾ കണ്ടെത്തിയത്. വിരോധാഭാസമല്ലേ അത്? ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും യുക്തിക്ക് നിരക്കാത്ത ഒരു പ്രധാന ചോദ്യം വരുന്നത്. കാർബൺ ഡേറ്റിംഗ് പോലുള്ള പഠനങ്ങൾ വെച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഈ വരകൾ ഉണ്ടാക്കിയത് ഏകദേശം BC 500-നും AD 500-നും ഇടയിൽ ഇവിടെ ജീവിച്ചിരുന്ന നാസ്ക സംസ്കാരത്തിലെ മനുഷ്യരാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2000 വർഷം മുൻപ്. അന്ന് വിമാനങ്ങളില്ല, ഹെലികോപ്റ്ററില്ല, ഡ്രോണുകളില്ല. എന്തിന് ഈ മരുഭൂമിയിൽ കയറി നിന്ന് നോക്കാൻ പാകത്തിന് വലിയ കുന്നുകൾ പോലും അടുത്തൊന്നുമില്ല. പിന്നെ എങ്ങനെ? നമ്മളത് ചെറിയ കടലാസിൽ പടം വരയ്ക്കുമ്പോൾ പോലും എത്ര തവണ അത് നോക്കി ശരിയാക്കുന്നു. അപ്പോൾ ഇവർ 300 മീറ്റർ വരെ, അതായത് ഏകദേശം 3 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വലിപ്പമുള്ള ഈ രൂപങ്ങൾ ഒരിക്കൽ പോലും ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കാതെ എങ്ങനെ ഇത്ര കൃത്യമായി വരച്ചു? ഇവിടെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ മാത്രമല്ല ഉള്ളത്. 10ഉം 20ഉം കിലോമീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ വെച്ച് വരച്ചതുപോലെയുള്ള നേർരേഖകൾ ഉണ്ട്. ഇന്നത്തെ കാലത്ത് സർവേയർമാർ ലേസർ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന കൃത്യത അന്ന് വെറും കയറും വടിയും ഉപയോഗിച്ച് അവരെങ്ങനെ സാധിച്ചു? ഇവർക്ക് നമ്മൾ അറിയാത്ത ഏതോ സാങ്കേതികവിദ്യ അറിയുമായിരുന്നോ? അതോ ഇനി നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണോ ഇതിൻ്റെ ഉത്തരം? ഇത്രയും വലിയ രൂപങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മൾ അത്ഭുതപ്പെടും. പക്ഷെ സത്യം പറഞ്ഞാൽ വളരെ ലളിതമായ എന്നാൽ ബുദ്ധിപരമായൊരു ടെക്നിക്കാണ് അവരുപയോഗിച്ചത്. സബ്ട്രാക്റ്റീവ് രീതിയാണത്. അതായത് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്നതിന് പകരം ഉള്ളതിനെ എടുത്തു മാറ്റി വരയ്ക്കുന്ന രീതി. ഈ നാസ്ക മരുഭൂമിയുടെ ഉപരിതലത്തിലെ മണ്ണ് ഇരുണ്ട ചുവപ്പ് നിറമാണ്. ആയിരക്കണക്കിന് വർഷത്തെ സൂര്യതാപം കൊണ്ട് അയൺ ഓക്സൈഡ് പടിഞ്ച് കരിഞ്ച കല്ലുകളാണത്. ഡെസേർട്ട് വാർണിഷ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്നാൽ ഈ കല്ലുകൾക്ക് തൊട്ട് താഴെയുള്ള മണ്ണോ നല്ല നല്ല ഇളം നിറത്തിലുള്ളതും കക്കയുടെ അംശം കൂടുതലുള്ളതുമാണ്. അവരെന്താണ് ചെയ്തതെന്നോ? ഒരു രൂപം മനസ്സിൽ പ്ലാൻ ചെയ്ത ശേഷം അതിർത്തിയിലുള്ള ആ ഇരുണ്ട നിറത്തിലുള്ള കല്ലുകളെ എടുത്തു മാറ്റി വരയുടെ ഇരുവശങ്ങളിലേക്കും കൂട്ടിയിട്ടു. ഏകദേശം 10 മുതൽ 15 ഇഞ്ച് വരെ ആഴത്തിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? താഴെയുള്ള തിളങ്ങുന്ന വെളുത്ത മണ്ണ് തെളിഞ്ഞു വരും. അങ്ങനെയാണ് ഈ വരകളുണ്ടായത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാം. പക്ഷേ ഒരു പ്ലാനും നോക്കാതെ ഇത്രയും ഭീമാകാരമായ സ്കെയിലിൽ ഇത് നടപ്പിലാക്കാൻ അവർ കാണിച്ച ആ എഞ്ചിനീയറിംഗ് പാടവം, അത് സമ്മതിച്ചേ തീരൂ. ഇവിടെ മറ്റൊരു അത്ഭുതം കൂടിയുണ്ട്. 2600 വർഷമായിട്ടും എന്തുകൊണ്ട് ഈ വരകൾ മാഞ്ഞുപോയില്ല? കാറ്റും മഴയും വന്നാൽ ഇതൊക്കെ പോകേണ്ടതല്ലേ? അവിടെയാണ്
നാസ്കയുടെ ഭൂമിശാസ്ത്രം അവരെ സഹായിച്ചത്. ഇതൊരു ഹൈപ്പർ ആരിഡ് മരുഭൂമിയാണ്. ഇവിടെ കാറ്റ് വളരെ കുറവാണ്, മഴ തീരെ പെയ്യാറില്ല. മാത്രമല്ല, ഇവിടുത്തെ മണ്ണിലുള്ള ജിപ്സത്തിൻ്റെ അംശം കാരണം വെയിലും മഞ്ഞും മാറി മാറി വരുമ്പോൾ കല്ലുകൾ തറയിൽ ഉറച്ചു പോകുന്നു. പ്രകൃതി തന്നെ ഈ അത്ഭുതത്തെ സംരക്ഷിച്ചു നിർത്തുകയാണെന്ന് പറയാം. ശരി, എങ്ങനെ ഉണ്ടാക്കിയെന്നും എന്തുകൊണ്ട് നശിച്ചു പോയില്ല എന്നും നമുക്ക് മനസ്സിലായി. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്തിനു വേണ്ടി ഒരു ജനത അവരുടെ ജീവിതം മുഴുവൻ ഇതിനായി മാറ്റിവെച്ചു? പലരും പല തിയറികളും പറയുന്നുണ്ട്. അതിലേറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും ക്രേസിയായ തിയറി എന്താണെന്നോ? ഇതൊക്കെ അന്യഗ്രഹ ജീവികൾക്ക് വന്നിറങ്ങാനുള്ള ലാൻഡിംഗ് പാഡുകളായിരുന്നുവെന്ന്. എറിക് ഫോൺ ഡാനിക്കിനെ പോലുള്ളവർ ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. പ്രത്യേകിച്ച് ഒരു ചെറിയ കുന്നിൻ ചെരുവിലുള്ള ദി ആസ്ട്രോനോട്ട് അല്ലെങ്കിൽ ദി ഔൾ മാൻ എന്ന് വിളിക്കുന്ന 30 മീറ്റർ ഉയരമുള്ള രൂപം. കണ്ടാൽ ശരിക്കും ഒരു സ്പേസ് സ്യൂട്ട് ഇട്ട മനുഷ്യനെ പോലെയുണ്ട്. വലിയ കണ്ണുകളൊക്കെ ആയിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തി നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ പഴയകാല മനുഷ്യർക്ക് ആകാശത്തു നിന്നും വന്ന ഏതോ സന്ദർശകരുമായി ബന്ധമുണ്ടായിരുന്നോ എന്ന് ആരും സംശയിച്ചു പോകും. എന്നാൽ ശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും വിശ്വസിക്കുന്നത് മറ്റൊന്നാണ്. അവരുടെ അഭിപ്രായത്തിൽ ഇത് അന്യഗ്രഹ ജീവികൾക്കുള്ളതല്ല, മറിച്ച് അവരുടെ ദൈവങ്ങൾക്കുള്ള സന്ദേശങ്ങളായിരുന്നു. ഈ വരകൾ വെറും ചിത്രങ്ങളല്ല, അവ നടക്കാനുള്ള വഴികളായിരുന്നു. നാസ്ക ഒരു വരണ്ട ഭൂമിയാണ്. വെള്ളമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ജീവനും മരണവും തീരുമാനിക്കുന്നത് വെള്ളമാണ്. ഇവിടെ വരച്ചിരിക്കുന്ന ചിലന്തി, കുരങ്ങൻ, ഹമ്മിങ് ബേർഡ് ഇതെല്ലാം മഴയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളാണ്. ഒരുപക്ഷെ കൊടും വരൾച്ചയുടെ സമയത്ത് പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഈ വരകളിലൂടെ പ്രാർത്ഥനകളോട് നടന്നിട്ടുണ്ടാകാം. ഈ വരകളുടെ അവസാനം പലയിടത്തും മൺപാത്രങ്ങൾ ഉടച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മഴ ദൈവങ്ങൾക്ക് ബലി നൽകിയതാകാം. ആകാശത്തുള്ള ദൈവങ്ങൾക്ക് കാണാൻ വേണ്ടിയാകാം അവരിത്രയും വലിയ രൂപങ്ങൾ വരച്ചത്. ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് വെള്ളം തരൂ എന്നൊരു അപേക്ഷ. അപ്പോൾ എന്താണ് സത്യം? ഏലിയൻ ലാൻഡിംഗ് പാഡോ? അതോ നക്ഷത്ര കാലണ്ടറോ? അതോ മഴ ദൈവങ്ങൾക്കുള്ള പ്രാർത്ഥനയോ? കാലം ഒരുപാട് കടന്നുപോയി. ആ സംസ്കാരം തന്നെ മണ്ണടിഞ്ഞു. എങ്കിലും 2000 വർഷങ്ങൾക്ക് ശേഷവും അവർ മണ്ണിൽ തീർത്ത ഈ വിസ്മയം ഇന്നും നിലനിൽക്കുന്നു. നമ്മൾ ഇത്രയൊക്കെ സാങ്കേതികമായി വളർന്നു എന്ന് അഹങ്കരിക്കുമ്പോഴും വെറും കയറും വടിയും ഉപയോഗിച്ച് പുരാതന മനുഷ്യൻ തീർത്ത ഈ അത്ഭുതത്തിനു മുന്നിൽ നമ്മൾ ഇന്നും തലകുനിച്ചു നിൽക്കുന്നു. സത്യം എന്താണെന്ന് ഇന്നും 100% ഉറപ്പിച്ചു പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആ ദുരൂഹതയായിരിക്കാം നാസ്കയുടെ ഏറ്റവും വലിയ സൗന്ദര്യവും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരാണ്, എന്തിനാണ് ഇതുണ്ടാക്കിയത്? നിങ്ങളുടെ തിയറികൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ചരിത്ര വിസ്മയങ്ങൾ ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അത്ഭുതവുമായി വീണ്ടും കാണാം.